CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ SBT ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്. കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കടമ്പഴിപ്പുറത്ത് യുവാക്കളെ വെട്ടി പരിക്കേൽപ്പിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ. പെരിങ്ങോട് സ്വദേശി ഗോകുലാണ് പിടിയിലായത്. പരിക്കേറ്റ കടമ്പഴിപ്പുറം സ്വദേശികളായ ടോണി, പ്രസാദ് എന്നിവർ ചികിത്സയിലാണ്. തച്ചമ്പാറ പഞ്ചായത്തിലെ CPI അംഗം ജോർജ് തച്ചമ്പാറ അംഗത്വം രാജിവെച്ചതോടെ പഞ്ചായത്തിൽ ഇടതുഭരണ സമിതിക്ക് ഭൂരിപക്ഷം നഷ്ടമായി. 5ാം വാർഡിൽ ജൂലൈ 30 നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ഇതോടെ നിർണായകമായി. സീറ്റ് നിലനിർത്താനായാൽ LDFന് പകുതി അംഗങ്ങളുടെ പിന്തുണയാകും. ടോട്ടൽ ഭൂരിപക്ഷം നഷ്ടമാകും. ജോർജ് രാജിവെച്ച വാർഡിലെ തിരഞ്ഞെടുപ്പും നിർണായകം. പെരിന്തൽമണ്ണ KSRTC ഡിപ്പോ വികസനത്തിന് ചിറകുമുളയ്ക്കുന്നു. സ്വകാര്യ പങ്കാളിത്തത്തോടെ ബഹുമുഖ പദ്ധതികൾ നടപ്പാക്കാൻ തിരുവനന്തപുരത്ത് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറി AP ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. 60 വയസ്സായിരുന്നു. അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. ദളിത് ലീഗ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മുൻ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും നിലവിലെ ജില്ലാ പഞ്ചായത്ത് അംഗവുമാണ്. കടമ്പഴിപ്പുറത്ത് യുവാക്കളെ വെട്ടി പരിക്കേൽപ്പിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ. പെരിങ്ങോട് സ്വദേശി ഗോകുലാണ് പിടിയിലായത്. പരിക്കേറ്റ കടമ്പഴിപ്പുറം സ്വദേശികളായ ടോണി, പ്രസാദ് എന്നിവർ ചികിത്സയിലാണ്. കോങ്ങാട്, പെരിങ്ങോട്, പ്ലാച്ചിക്കാട്ടിൽ ഗോകുലിനെയാണ് കോങ്ങാട് വെച്ച് ശ്രീകൃഷ്ണപുരം പോലീസ് അറസ്റ്റ് ചെയ്തത്. കുളക്കാട്ടുകുറിശി കണ്ടത്തിൽ വീട്ടിൽ ടോണി, നരിയമ്പാടം ഇല്ലിക്കാട്ടിൽ വീട്ടിൽ പ്രസാദ് എന്നിവർക്കാണ് വെട്ടേറ്റത്. വ്യാഴാഴ്ച പുലർച്ചെ 4-നായിരുന്നു സംഭവം. പരിക്കേറ്റ ടോണിയുടെ ബന്ധുവായ കടമ്പഴിപ്പുറം വേട്ടേക്കര ഭാഗത്ത് വാടകയ്ക്ക് താമസിക്കുന്ന സ്റ്റെനോ എന്നയാളുടെ വീട്ടിൽ രാത്രി അക്രമികൾ എത്തിയിരുന്നു. ഈ സംഭവം സ്റ്റെനോ വിളിച്ചറിയിച്ചതു പ്രകാരം അന്വേഷിക്കാനായി ടോണിയും പ്രസാദും സ്കൂട്ടറിൽ എത്തിയപ്പോഴാണ് ഇരുവർക്കും വെട്ടേറ്റത്. കൈകളിലും കാലുകളിലും വെട്ടേറ്റ ടോണിയുടെ പരിക്ക് ഗുരുതരമാണ്. ഇരുവരും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതിയായ ഗോകുൽ മാസങ്ങൾക്ക് മുൻപ് സ്വർണ്ണ വ്യാപാരിയെ മുളകുപൊടി എറിഞ്ഞ് ആക്രമിച്ച കേസിലും പ്രതിയാണ്. മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത്. CCN കടമ്പഴിപ്പുറം. മണ്ണാർക്കാട് കുമരംപുത്തൂർ പള്ളിക്കുന്നിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 40 കിലോ കഞ്ചാവ് മണ്ണാർക്കാട് പോലീസ് പിടികൂടി. സംഭവത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു. പിടികൂടിയ കഞ്ചാവിന് ചില്ലറ വിപണിയിൽ 20 ലക്ഷത്തോളം രൂപ വില വരും. കടമ്പഴിപ്പുറം പുലാപ്പറ്റ ഉമ്മനഴി കിഴക്കേക്കര വീട്ടിൽ അബ്ദുൽ ഗഫാറാണ് അറസ്റ്റിലായത്. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് സംഭവം. പള്ളിക്കുന്നിലുള്ള ബന്ധുവീട്ടിലായിരുന്നു പാക്കറ്റുകളിലായി കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. പ്രതിയെ സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ അറസ്റ്റ് ചെയ്തു. മണ്ണാർക്കാട് DYSP TS സിനോജിന്റെ നിർദ്ദേശപ്രകാരം ഇൻസ്പെക്ടർ ER ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘവും ജില്ലാ ഡാൻസ് ഓഫ് ടീമിലെ അംഗങ്ങളുമാണ് പ്രതിയെ പിടികൂടിയത്. സബ് ഇൻസ്പെക്ടർമാരായ അജാസുദ്ദീൻ, M ഋഷിപ്രസാദ്, ASI സീന, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനോദ് കുമാർ, മുബാറക് അലി, സിവിൽ പോലീസ് ഓഫീസർ ജയപ്രകാശ്, ഡാൻസ് ഓഫ് അംഗങ്ങളായ സബ് ഇൻസ്പെക്ടർ സലാം, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷാഫി, ഷെഫീഖ്, ബിജുമോൻ, സുഭാഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. CCN മണ്ണാർക്കാട്. LDFന്റെ രാഷ്ട്രീയ നിലപാടുകൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച ജോർജ് തച്ചമ്പാറയെ CPIയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതായി CPI. കഴിഞ്ഞ മാസം ചേർന്ന മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ ജോർജിനെ സംഘടനാ ചുമതലകളിൽ നിന്നും നീക്കം ചെയ്തതായും കോങ്ങാട് മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി ചിന്നക്കുട്ടൻ അറിയിച്ചു. CPI പ്രതിനിധിയായി വിജയിച്ച ജോർജ് മുന്നണി ധാരണയ്ക്ക് വിരുദ്ധമായി നിരന്തരം പ്രവർത്തിച്ചു വരികയായിരുന്നു. പാർട്ടി തീരുമാനമില്ലാതെ UDFനൊപ്പം ചേർന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ പരസ്യ പ്രതികരണവും നടത്തുകയും അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി നിലകൊള്ളുകയുമുണ്ടായി. ഈ സാഹചര്യത്തിൽ മുന്നണി നേതൃത്വം ഇടപെട്ട് തിരുത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു. LDF വിരുദ്ധ തീരുമാനവുമായി ഇദ്ദേഹം വീണ്ടും മുന്നോട്ടു പോയ സാഹചര്യത്തിൽ കഴിഞ്ഞ മാസം ചേർന്ന മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ ജോർജിനെ സംഘടനാ ചുമതലകളിൽ നിന്നും നീക്കം ചെയ്യുകയുണ്ടായി. വ്യാഴാഴ്ച ചേർന്ന യോഗത്തിൽ പുറത്താക്കാനും തീരുമാനിച്ചതായി മണ്ഡലം കമ്മിറ്റി പ്രസ്താവനയിൽ അറിയിച്ചു. CCN മണ്ണാർക്കാട്. തച്ചമ്പാറ പഞ്ചായത്തിലെ CPI അംഗം ജോർജ് തച്ചമ്പാറ അംഗത്വം രാജിവെച്ചതോടെ പഞ്ചായത്തിൽ ഇടതുഭരണ സമിതിക്ക് ഭൂരിപക്ഷം നഷ്ടമായി. 5ാം വാർഡിൽ ജൂലൈ 30 നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ഇതോടെ നിർണായകമായി. സീറ്റ് നിലനിർത്താനായാൽ LDFന് പകുതി അംഗങ്ങളുടെ പിന്തുണയാകും. ടോട്ടൽ ഭൂരിപക്ഷം നഷ്ടമാകും. ജോർജ് രാജിവെച്ച വാർഡിലെ തിരഞ്ഞെടുപ്പും നിർണായകമാണ്.
തച്ചമ്പാറ പഞ്ചായത്തിലെ ക്ഷേമകാര്യ സ്ഥിരസമിതി അംഗമായ ജോർജ് തച്ചമ്പാറ 4ാം വാർഡായ കോഴിയോടിൽ നിന്നാണ് LDF സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കപ്പെട്ടത്. 15-അംഗ ഭരണസമിതിയിൽ നിലവിൽ CPM 3, CPM സ്വതന്ത്ര 1, കേരള കോൺഗ്രസ് M 2 എന്നിങ്ങനെ 6 അംഗങ്ങളുടെ പിന്തുണ മാത്രമേ LDFിനുള്ളൂ. കോൺഗ്രസ് 4, മുസ്ലിം ലീഗ് 1, കേരള കോൺഗ്രസ് 1 എന്നിങ്ങനെയാണ് UDF കക്ഷിനില. CPM സ്വതന്ത്രനായി ജയിച്ച ശേഷം മുസ്ലിം ലീഗിൽ ചേർന്ന അബൂബക്കർ മുച്ചീരിപ്പാടവും കൂടി ഉൾപ്പെടുമ്പോൾ UDFന് 7 അംഗങ്ങളാകും. നിലവിലെ സാഹചര്യത്തിൽ UDFന് ഭൂരിപക്ഷമുണ്ടെങ്കിലും അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച് 6 മാസം തികയാത്തതിനാൽ വീണ്ടും കൊണ്ടുവരാനാകില്ല. CPM അംഗം PC ജോസഫിന്റെ മരണത്തെ തുടർന്ന് മുണ്ടമ്പലം 5ാം വാർഡിൽ ജൂലൈ 30-ന് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ഇതോടെ നിർണായകമായി. സീറ്റ് നിലനിർത്താനായാൽ LDFന് പകുതി അംഗങ്ങളുടെ പിന്തുണയാകും. തോറ്റാൽ ഭൂരിപക്ഷം നഷ്ടമാകും. ജോർജ് രാജിവെച്ച വാർഡിലെ തിരഞ്ഞെടുപ്പും നിർണായകമാണ്. 5ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ ജോർജ് BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് സൂചനയുണ്ട്. CCN മണ്ണാർക്കാട്. പെരിന്തൽമണ്ണ KSRTC ഡിപ്പോ വികസനത്തിന് ചിറകുമുളയ്ക്കുന്നു. സ്വകാര്യ പങ്കാളിത്തത്തോടെ ബഹുമുഖ പദ്ധതികൾ നടപ്പാക്കാൻ തിരുവനന്തപുരത്ത് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. നജീബ് കാന്തപുരം MLA ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് മന്ത്രി ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തത്. ലബോറട്ടറി, ഫാർമസി ഉൾപ്പെടെയുള്ള ക്ലിനിക്, ഡോർമിറ്ററി, ഹോട്ടൽ, ഫുഡ് കോർട്ട്, ഷോപ്പിംഗ് മാൾ എന്നിവ പദ്ധതിയുടെ ഭാഗമായി കൊണ്ടുവരും. ബസ് ടെർമിനൽ, വെയിറ്റിംഗ് ഏരിയ, സ്റ്റാഫ് റൂം, ഓഫീസ്, വർക്ക്ഷോപ്പ് എന്നിവയുടെ നവീകരണവും ഇതോടൊപ്പം യാഥാർത്ഥ്യമാക്കും. സ്വകാര്യ പങ്കാളിത്തത്തോടെ പദ്ധതി നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. KSRTCയുടെ ഉടമസ്ഥതയിലുള്ള 2.28 ഏക്കർ ഭൂമി പാട്ടവ്യവസ്ഥയിൽ നൽകിക്കൊണ്ടാണ് പദ്ധതി നടപ്പാക്കുക. KSRTC ഡിപ്പോ നവീകരണത്തോടൊപ്പം കൂടുതൽ വരുമാനവും ഉണ്ടാക്കിയെടുക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പദ്ധതി നടപ്പാക്കുന്നതിന് മുന്നോടിയായി പെരിന്തൽമണ്ണയിൽ ജനപ്രതിനിധികളുടെയും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിച്ചു ചേർക്കും. ബസ് സർവീസുകളില്ലാത്ത ഗ്രാമീണ പ്രദേശങ്ങളിലേക്ക് സ്വകാര്യ ബസ് സർവീസുകൾ ആരംഭിക്കുന്നതിന് KSRTC റൂട്ട് ഫോർമുലേഷൻ പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ നജീബ് കാന്തപുരം MLA, KSRTC MD പ്രമോദ് ശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ. മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറി AP ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. 60 വയസ്സായിരുന്നു. അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. ദളിത് ലീഗ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മുൻ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും നിലവിലെ ജില്ലാ പഞ്ചായത്ത് അംഗവുമാണ്. ദളിത് വിഭാഗങ്ങളെ മുസ്ലിം ലീഗ് രാഷ്ട്രീയവുമായി അടുപ്പിക്കുന്നതിൽ ചരിത്രപരമായ പങ്കുവഹിച്ച അദ്ദേഹം മുസ്ലിം ലീഗുമായും പാണക്കാട് കുടുംബവുമായും ഏറെ ഹൃദയബന്ധം പുലർത്തിയ നേതാവായിരുന്നു. പട്ടികജാതി സംസ്ഥാനതല ഉപദേശക സമിതി, ഖാദി ബോർഡ് എന്നിവയിലും ഉണ്ണികൃഷ്ണൻ അംഗമായിരുന്നു. മൃതദേഹം വൈകിട്ട് 3-ന് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഓഫീസിലും തുടർന്ന് വൈകിട്ട് 5 മുതൽ കണ്ണമംഗലം എരഞ്ഞിപ്പടി 4 മദ്രസയിൽ പൊതുദർശനത്തിന് വെച്ചു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10-ന് പരപ്പൻ ചിനക്കുടുംബം ശ്മശാനത്തിൽ നടക്കും. ജില്ലാ പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ അടക്കമുള്ള നേതാക്കൾ അന്തിമോപചാരം അർപ്പിച്ചു.
AP ഉണ്ണികൃഷ്ണനോടുള്ള ആദരസൂചകമായി പാർട്ടിയുടെയും പോഷക സംഘടനകളുടെയും വെള്ളി ശനി ദിവസങ്ങളിൽ നടക്കാനിരുന്ന എല്ലാ പൊതുപരിപാടികളും മാറ്റിവെച്ചിരിക്കുന്നതായി മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PMA സലാം അറിയിച്ചു. CCN മലപ്പുറം. തിരുവിഴാംകുന്ന് വട്ടമണ്ണപ്പുറ MLP സ്കൂളിൽ ബഷീർ ദിനം സംഘടിപ്പിച്ചു. ബഷീറും ബഷീർ കഥാപാത്രങ്ങളുമായി ബഷീർ അനുസ്മരണവും സംഘടിപ്പിച്ചു. സന്നമൃതിയിൽ നിനക്കാത്മശാന്തി, ഇതു നിന്റെ എന്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം. മൃതിയുടെ കറുത്ത വിഷപുഷ്പം വിടർന്നതിൻ നിഴലിൽ നീ നാളെ മരവിക്കേ ഉയരറ്റ നിന്നുഖത്വശ്രുബിന്ദുക്കളാൽ. പരിപാടി എടത്തനാട്ടുകര ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ മലയാളം അധ്യാപകനും സാഹിത്യകാരനുമായ ഭാസ്കരൻ മുണ്ടക്കുന്ന് ഉദ്ഘാടനം ചെയ്തു. വിശ്വവിഖ്യാതമായ മൂക്ക്, വേൾഡ് റീനോഡ് നോസ് എന്നാണ് അതിന്റെ ഇംഗ്ലീഷിലുള്ള പേര്. അപ്പൊ അദ്ദേഹം ഇപ്പൊ ടീച്ചർ പറഞ്ഞു ജനകീയനായിരുന്നു എന്നുള്ളത് വളരെ വലിയ വാസ്തവം തന്നെ. എനിക്കൊരു പക്ഷിയായാൽ മതി, എനിക്കൊരു പുല്ലായാൽ മതി, മനുഷ്യനാവണം എന്നൊന്നുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോ എല്ലാ ജീവജാലങ്ങളോടും അത്രമാത്രം കാരുണ്യം, സ്നേഹം ഉള്ള ഒരു മനുഷ്യൻ, അങ്ങനത്തെ ഒരു സാഹിത്യകാരൻ മലയാളത്തിലുണ്ടോ എന്നുള്ളത് തൊട്ടെണ്ണേണ്ടി വരും, അല്ലെങ്കിൽ തെരഞ്ഞു നടക്കേണ്ടി വരും. ഇല്ല. PTA പ്രസിഡന്റ് CP റുബീന അധ്യക്ഷത വഹിച്ചു. സ്റ്റാഫ് കൺവീനർ C മുഹമ്മദ് അലി, PTA വൈസ് പ്രസിഡന്റ് PP ഉമ്മർ, പ്രധാനാധ്യാപിക KM ഷാഹിന സലീം എന്നിവർ സംബന്ധിച്ചു. പരിപാടിയുടെ ഭാഗമായി ബഷീർ കൃതികളുടെ അവതരണം, റേഡിയോ നാടകം, ബഷീർ അനുസ്മരണ പ്രസംഗം, ബഷീർ ദിന ക്യൂസ്, വായനാക്കുറിപ്പ് മത്സരം, ചിത്രരചന, കവിതാലാപനം എന്നിവയും സംഘടിപ്പിച്ചു. CCN ചത്തല്ലൂർ. ഇന്ത്യൻ ഫുട്ബോൾ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന MSP ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ പ്രതിഭകളെ ആദരിക്കുന്നു. ശനിയാഴ്ച മലപ്പുറം ടൗൺ ഹാളിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. രാവിലെ 11 മണിക്ക് സ്കൗട്ട്, NCC, SPC, JRC ഗേറ്റ്സും ഫുട്ബോൾ ഇതിഹാസങ്ങളും അണിനിരക്കുന്ന ബാൻഡ് മേളത്തോടു കൂടിയ ഘോഷയാത്ര ആരംഭിക്കും. തുടർന്ന് ടൗൺ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി V അബ്ദുറഹ്മാൻ ആദരിക്കും. ISL, I-ലീഗ്, സന്തോഷ് ട്രോഫി തുടങ്ങിയ ടൂർണമെന്റുകളിലെ മിന്നും താരങ്ങൾ സംഗമിക്കുന്ന പരിപാടിയിൽ ഫുട്ബോൾ ഇതിഹാസം ബൈച്ചുങ് ബൂട്ടിയ, ഫുട്ബോൾ രംഗത്തെ അധികായരായ IM വിജയൻ, U ഷറഫലി എന്നിവരും പങ്കുചേരും. അന്നേ ദിവസം വൈകിട്ട് 3:30 മലപ്പുറം കോട്ടപ്പടി മൈതാനിൽ ആഷിഖ് കുറുണിയൻ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ പങ്കെടുക്കുന്ന പ്രദർശന മത്സരം അരങ്ങേറും. കഴിഞ്ഞ 20 വർഷത്തിലധികമായി രാജ്യത്തിന്റെ ഫുട്ബോൾ ചരിത്രത്തിലേക്ക് തിളക്കമുള്ള ഒട്ടേറെ താരങ്ങളെ സംഭാവന ചെയ്യാൻ സാധിച്ചതായി സ്കൂൾ ഭാരവാഹികൾ പറഞ്ഞു. ധാരാളം പേര് ആർമി, നേവി അതുപോലുള്ള സർക്കാർ സർവീസുകളിൽ ഫുട്ബോളിന്റെ പേരിൽ ഉദ്യോഗം ലഭിച്ചിട്ടുണ്ട്. അതിൽ ഉൾപ്പെട്ട 47 പേരെ ആദരിക്കുന്നതിന് വേണ്ടി ലെജൻഡ്സ് മീറ്റ് 2024 എന്ന പേരിൽ ഈ വരുന്ന ശനിയാഴ്ച 6-ാം തീയതി 11 മണിക്ക് മലപ്പുറം മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് ഒരു ആദരിക്കൽ ചടങ്ങ് നടത്തുകയാണ്. ചടങ്ങിന് മുന്നോടിയായിട്ട് 10:30 മണിയോടുകൂടി നമ്മുടെ കളക്ടറുടെ റെസിഡൻസിൻ്റെ മുമ്പിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു വിളംബര ജാഥയുണ്ട്. ഈ 47 താരങ്ങളെയും അണിനിരത്തിക്കൊണ്ട്, കൂടാതെ SPC, NCC പോലുള്ള ആളുകൾ, കൂടാതെ നമ്മളോട് നേരത്തെ തന്നെ സഹകരിച്ച ഫുട്ബോളിൽ അറിയപ്പെടുന്ന ആളുകൾ, MSPയുടെ ഭാഗമായിരുന്ന ശ്രീ IM വിജയൻ, ശ്രീ ഷറഫലി, ശ്രീ പാപ്പച്ചൻ, ശ്രീ മുരുകേഷ് മാർക്ക്, ശ്രീ ചാക്കോ തുടങ്ങിയ ആളുകളൊക്കെ ഈ പരിപാടിയുടെ ഭാഗമായിട്ടുണ്ട്. അവരെല്ലാവരെയും അണിനിരത്തിക്കൊണ്ടുള്ള ഒരു വിളംബര ജാഥ മുനിസിപ്പൽ ടൗൺ ഹാളിലേക്ക് 10:30 മണിക്ക്. MS കമാൻഡ് KV സന്തോഷ്, അസിസ്റ്റന്റ് കമാൻഡ് ഹബീബി റഹ്മാൻ, PTA പ്രസിഡന്റ് KP ഫൈസൽ, സ്കൂൾ HM S സീത, പ്രിൻസിപ്പൽ രേഖ, സന്തോഷ് എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. CCN മലപ്പുറം. പ്രൊഫഷണൽ നാടക നടീനടന്മാരുടെയും സാങ്കേതിക പ്രവർത്തകരുടെയും കൂട്ടായ്മയായ അരങ്ങും അണിയറ എന്ന സംഘടനയുടെ 5ാമത് സംസ്ഥാന സമ്മേളനം ജൂലൈ 7 എടപ്പാളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എടപ്പാൾ വള്ളത്തോൾ കോളേജിൽ ഒരുക്കിയ പ്രേമ വണ്ടൂർ നഗരിയിൽ നടക്കുന്ന സമ്മേളനം ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. പ്രസിഡന്റ് ബിജു രാജഗിരി അധ്യക്ഷത വഹിക്കും. രക്ഷാധികാരി ശിവജി ഗുരുവായൂർ സംഘടനാ വിശദീകരണം നടത്തും. സിനിമാ താരം വിനോദ് കോവൂർ പുരസ്കാര സമർപ്പണം നിർവഹിക്കും. സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിലെ മികച്ച നടിക്കുള്ള 2ാം സ്ഥാനം കരസ്ഥമാക്കിയ ഗ്രീഷ്മ ഉദയനെ ചടങ്ങിൽ ആദരിക്കും. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച സംഘടനാ മെമ്പർമാരുടെ കുട്ടികളെയും ചടങ്ങിൽ ആദരിക്കും. എടപ്പാൾ വിശ്വനാഥൻ, രജനി മുരളി, MA നജീബ്, CV സുബൈദ, പ്രഭാകരൻ നടുവട്ടം തുടങ്ങിയവർ ചടങ്ങിൽ അതിഥികളായിരിക്കും. സമ്മേളനത്തോടനുബന്ധിച്ച് 5 ചെറിയ നാടകങ്ങളും അവതരിപ്പിക്കും. മറ്റൊന്ന് അണിയറയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന
അതിക്യാമനായിട്ടുള്ള ഒരു മ്യൂസിക് ഓപ്പറേറ്റർ നമുക്ക് എറണാകുളം വിഷൻ ആകുന്നുണ്ട്. നമ്മുടെ ഈ സ്റ്റേജിൽ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ലൈവ് വായിച്ചിരുന്നത്, ഓർക്കസ്ട്ര വായിച്ചിരുന്നത് ഒരു ബാക്കിലേക്ക് ആക്കി. ആ ബാക്കിൽ നിന്ന് നമ്മൾ CD-യിലേക്ക്, കാസറ്റിലേക്ക് മ്യൂസിക് തുടങ്ങി വെച്ചത് ഈ വിഷനാണ്. ഇപ്പോഴും അദ്ദേഹം അവസരമാണെങ്കിലും അദ്ദേഹം നല്ല രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനാണ് രണ്ടാമത്തെ ചെറിയ സാമ്പത്തികത്തോടു കൂടിയിട്ടുള്ള ഒരു അവാർഡ് കൊടുക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ സിനിമാ നടനും നാടക നടനുമായ ശിവജി ഗുരുവായൂർ, ബിജു രാജഗിരി, സുധീർ ബാബു, ദീപ ദീപ്തി, വിജയൻ ചാത്തന്നൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN മലപ്പുറം. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന മമ്പുറം നേർച്ചയ്ക്ക് ഞായറാഴ്ച തുടക്കമാകും. അസർ നമസ്കാരാനന്തരം അഹമ്മദ് ജിഫ്രി തങ്ങൾ മമ്പുറം കൊടി ഉയർത്തുന്നതോടെയാണ് നേർച്ചയ്ക്ക് തുടക്കം കുറിക്കുകയെന്ന് ചെമ്മാട് ദാറുൽ ഹുദ മാനേജിംഗ് കമ്മിറ്റി ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 11-ാം തീയതി സാധാരണ മമ്പുറം മഖാമിൽ നടക്കുന്ന വ്യാഴാഴ്ചയിൽ നടക്കാറുള്ള സ്വലാത്ത് മജ്ലിസ്, അത് സ്പെഷ്യലായിട്ട് കളക്ടറും ഉണ്ടായിരുന്നു. 13-ാം തീയതി രാവിലെ മമ്പുറം തങ്ങളുടെ മതസൗഹാർദ്ദ സന്ദേശങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് രാവിലെ 10 മണിക്ക് മമ്പുറം തങ്ങളുടെ ലോകം എന്ന ചരിത്ര സെമിനാർ ഡോക്ടർ അബ്ദുൽ സമദ് MP ഉദ്ഘാടനം ചെയ്യും. മലബാറിലെ തങ്ങൾ പാരമ്പര്യവും സാമൂഹിക നീതിക്കായുള്ള മുന്നേറ്റങ്ങളും എന്ന വിഷയം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചരിത്ര വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ KS മാധവൻ മുഖ്യപ്രഭാഷണം നടത്തുന്നു. മമ്പുറം തങ്ങളും മലബാറിലെ സാമൂഹ്യ നിർമ്മിതിയും നാട്ടുകഥകളും തിരുശേഷിപ്പുകളും മമ്പുറം തങ്ങളുടെ പിൽക്കാല ജീവിതം എന്നീ വിഷയങ്ങൾ ഡോക്ടർ മൊയ്ൻ ഉദവി മലയമ്മ, അനീസ് ഉദവി കമ്പ്രക്കർ എന്നിവർ. മമ്പുറം അലവി മൗലദ്ദവീല അൽ ഹുസൈനി തങ്ങളുടെ 186ാമത് ആണ്ടു നേർച്ചയ്ക്കാണ് ഞായറാഴ്ച തുടക്കമാകുന്നത്. ഞായറാഴ്ച അസർ നമസ്കാരാനന്തരം അഹമ്മദ് ജിഫ്രി തങ്ങൾ മമ്പുറം കൊടി ഉയർത്തുന്നതോടെ ഒരാഴ്ചയിലേറെ നീണ്ടു നിൽക്കുന്ന 186ാമത് ആണ്ടു നേർച്ചയ്ക്ക് തുടക്കമാവും. പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ മഖാമിൽ വെച്ച് കൂട്ടപ്രാർത്ഥന നടക്കും. രാത്രി നടക്കുന്ന മജ്ലിസുന്നൂർ ആത്മീയ സദസ്സിന് പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകും. 8, 9, 10, 12 തീയതികളിൽ രാത്രി 7:30 മതപ്രഭാഷണങ്ങൾ ആരംഭിക്കും. മമ്പുറം തങ്ങളുടെ മതസൗഹാർദ്ദ സന്ദേശങ്ങൾ ദേശവ്യാപകമാക്കുക എന്ന ലക്ഷ്യത്തോടെ 13-ന് ശനിയാഴ്ച രാവിലെ മമ്പുറം തങ്ങളുടെ ലോകം ചരിത്ര സെമിനാർ നടക്കും. ഡോക്ടർ അബ്ദുസമദ് സംതാനി MP ഉദ്ഘാടനം ചെയ്യും. 14-ന് ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ അന്നദാനം ഉണ്ടാകും. പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് 1:30-ന് മൗലീദ് ഗത്തൻദുവ മജ്ലിസ് നടക്കും. സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നേതൃത്വം നൽകുന്ന സമാപന പ്രാർത്ഥനയോടെ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന മമ്പുറം ആണ്ടുനേർച്ചയ്ക്ക് പരിസമാപ്തിയാവും. വാർത്താ സമ്മേളനത്തിൽ U മുഹമ്മദ് ഷാഫി ഹാജി ചെമ്മാട്, CK മുഹമ്മദ് ഹാജി പുകയൂർ, ഹംസ ഹാജി മുന്നിയൂർ, മുഹമ്മദ് കബീർ ഹാജി ഓമച്ചപ്പുഴ, ഇബ്രാഹിം ഹാജി തയ്യിലക്കടവ് എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കടമ്പഴിപ്പുറത്ത് യുവാക്കളെ വെട്ടി പരിക്കേൽപ്പിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ. പെരിങ്ങോട് സ്വദേശി ഗോകുലാണ് പിടിയിലായത്. പരിക്കേറ്റ കടമ്പഴിപ്പുറം സ്വദേശികളായ ടോണി, പ്രസാദ് എന്നിവർ ചികിത്സയിലാണ്. തച്ചമ്പാറ പഞ്ചായത്തിലെ CPI അംഗം ജോർജ് തച്ചമ്പാറ അംഗത്വം രാജിവെച്ചതോടെ പഞ്ചായത്തിൽ ഇടതുഭരണ സമിതിക്ക് ഭൂരിപക്ഷം നഷ്ടമായി. 5ാം വാർഡിൽ ജൂലൈ 30-ന് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ഇതോടെ നിർണായകമായി. സീറ്റ് നിലനിർത്താനായാൽ LDF-ന് പകുതി അംഗങ്ങളുടെ പിന്തുണയാകും. തോറ്റാൽ ഭൂരിപക്ഷം നഷ്ടമാകും. ജോർജ് രാജിവെച്ച വാർഡിലെ തിരഞ്ഞെടുപ്പും നിർണായകം. പെരിന്തൽമണ്ണ KSRTC ഡിപ്പോ വികസനത്തിന് ചിറകുമുളയ്ക്കുന്നു. സ്വകാര്യ പങ്കാളിത്തത്തോടെ ബഹുമുഖ പദ്ധതികൾ നടപ്പാക്കാൻ തിരുവനന്തപുരത്ത് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറി AP ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. 60 വയസ്സായിരുന്നു. അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. ദളിത് ലീഗ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മുൻ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും നിലവിലെ ജില്ലാ പഞ്ചായത്ത് അംഗവുമാണ്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.